നമ്മളെപ്പോഴും ഒരു സിനിമ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യണത് പറയാൻ എന്തെങ്കിലും മാറ്റർ വേണം, അത് ആളുകൾ കാണണം, അത് തിയേറ്ററിൽ വന്ന് വിജയിക്കണം, കൂടുതൽ പ്രേക്ഷകരിലെത്തിക്കണം. ശരിക്കും ആലോചിക്കുമ്പോൾ ഇപ്പോൾ ആ 5 കൊല്ലം വേസ്റ്റ് ചെയ്തതാണ്. നമ്മളുടെ വെറുതെ ഒരു ഇൻസെക്യൂരിറ്റിയുടെ പുറത്ത് സിനിമ അങ്ങനെ പഠിച്ചിട്ട് ഇല്ല. നമുക്കിഷ്ടമുള്ളൊരു സാധനം നമ്മൾ അതിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. സിനിമയുടെ ടെക്നിക്കൽ നോളജ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഗുണമേ ഉള്ളൂ നമുക്ക്. പക്ഷേ അതില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിനിമ ചെയ്യാൻ പറ്റും. ഈ സിനിമ കാണുന്നവർക്ക് ഇഷ്ടമാവുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നുള്ളൊരു ഫസ്റ്റ് കോൾ എടുത്തിട്ടാണ് എഴുതാനിരിക്കുക. വളരെ ചെറിയ സാഹചര്യത്തിൽ ചെറിയ റിസോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ്. പക്ഷേ കണ്ടൻറ്റ് നന്നായതുകൊണ്ട് അതിനേക്കാൾ വലിയ വലുപ്പത്തിൽ, അതായത് മമ്മൂട്ടിയോടൊപ്പം മികച്ച നടി ഉണ്ടാക്കാൻ പാകത്തിലോട്ട് ആ സിനിമ മാറുന്നു. പിന്നെ ഇപ്പം അടുത്ത് ഞങ്ങൾ വേറൊരു പടം ചെയ്യാൻ വേണ്ടി എല്ലാം നിന്നതാണ്, അത് അനൗൺസൊക്കെ ചെയ്തതായിരുന്നു. പക്ഷെ പെട്ടെന്ന് അതേപോലത്തെ സാഹചര്യത്തിലുള്ളൊരു സിനിമ അതേ സബ്ജക്റ്റ് തന്നെ വരുന്നു എന്ന് കേട്ടപ്പോൾ നമ്മളൊന്ന് പോസ് ചെയ്തു. ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇപ്പോൾ ഈ 3 സിനിമകളും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇന്ത്യയോട്ടിൽ നിന്ന് കൂടെ ഉള്ളത് സംവിധായകൻ തമർ KV. വെൽക്കം. താങ്ക് യു. സോ ഇപ്പോൾ സർക്കിട്ട് സിനിമ പ്രേക്ഷകരിലേക്കൊക്കെ എത്തി, ഇപ്പോൾ IFFIയിൽ പോയി നമ്മുടെ കുട്ടി ജപ്പു ഓർഹന് ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓൾസോ അതിൻ്റെ കൂടെ തന്നെ ഫെമിനിച്ചി ഫാത്തിമയും സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. അതിൻ്റെയും ഇരട്ടി സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. സോ എങ്ങനെ പോകുന്നു ഈ ഒരു മൊമെൻ്റ്, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒരുപാട് സന്തോഷമുള്ള സമയമാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നു, അത് നമ്മൾ വിചാരിക്കാത്തതിന് മുകളിലേക്കുള്ള അംഗീകാരങ്ങളെല്ലാം തേടി വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇത്തരത്തിൽ എന്തായാലും നമുക്ക് ആഗ്രഹം ഇത് ചർച്ചയാവണം, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങളും അത് ഒരു ജൂറിയൊക്കെ ശരി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ മൊമെൻറ്റ് ചെയ്യുന്ന സിനിമകൾക്കൊക്കെ അത് കിട്ടുന്നു എന്ന് പറഞ്ഞാലൊക്കെ ഒരു സന്തോഷമുണ്ട്. നമ്മൾ അതിനു വേണ്ടി ചെയ്തതൊന്നുമല്ല, പക്ഷെ അത് ആ വേദികളിലൊക്കെ ഇപ്പോൾ ഇഫിയുടെ വേദിയൊക്കെ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മളെ പടമായിട്ട് പോകുന്നു, അത് കോമ്പറ്റീഷനിൽ വരുന്നു, സന്തോഷം. 1900 IFFKയിൽ വന്ന ആ ടൈമിൽ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് IFFK വേദിയിൽ ചെല്ലുന്നതെന്ന്. അത് സംവിധാനം ചെയ്തൊരു സിനിമയായിട്ട് തന്നെ പോകാനായിട്ട് പറ്റിയിരുന്നു. ഇപ്പം സർക്കിട്ട് ഈ IFFI എന്നുള്ളൊരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ വീണ്ടും പോയിരുന്നു. ഓൾസോ സ്റ്റേറ്റ് അവാർഡും ഉള്ള സിനിമയൊക്കെ അതിന്റെ പ്രൊഡ്യൂസറും കൂടെയാണ്. സോ ഇത്തരത്തിലുള്ള സിനിമകൾ എങ്ങനെയായിരിക്കും ചൂസ് ചെയ്യുന്നത്? നമ്മളെ അത്തരത്തിലുള്ള സിനിമകൾ എടുക്കാൻ വേണ്ടിയിട്ട് സിനിമ എടുക്കുന്നതല്ല. നമ്മളെപ്പോഴും ഒരു സിനിമ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യണത് പറയാൻ എന്തെങ്കിലും മാറ്റർ വേണം, അത് ആളുകൾ കാണണം, അത് തിയേറ്ററിൽ വന്ന് വിജയിക്കണം, കൂടുതൽ പ്രേക്ഷകരിലെത്തിക്കണം, നമ്മൾ പറയുന്ന ഇമോഷൻ അത് ആളുകൾക്ക് കണക്റ്റ് ആവണം. ഇത്രയാണ് നമ്മൾ സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി IFFK വന്നതും IFFI വന്നതും സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതൊക്കെ അതിന് നമ്മൾ ചെയ്ത എഫേർട്ടിന് കിട്ടുന്ന അംഗീകാരങ്ങളായിട്ട് മാത്രമാണ് കണക്കാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അത് കിട്ടണമെന്ന് ഉറപ്പിച്ച് ചെയ്തിട്ടുള്ളതല്ല. അങ്ങനെ നമുക്ക് ഉറപ്പിച്ചിട്ട് ചെയ്യാനും പറ്റില്ല. കാരണം ഇതൊക്കെ ഒരു ജൂറിയുടെ ചോയ്സാണ്. ചിലപ്പോൾ ഈ 5 ആൾക്ക് ചിലപ്പോൾ നമ്മളെ പടം ഇഷ്ടമാണെന്നില്ല, അടുത്ത 5 പേർക്ക് അത് ഭയങ്കര ഇഷ്ടമായി പോവാം. അപ്പോൾ അതിനെ കണ്ടുകൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ അത്തരം വേദികളിൽ വരണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്കൊരു സിനിമ എടുക്കാൻ പറ്റില്ല. ആത്മാർത്ഥമായിട്ട് ജെന്യുവിനായിട്ട് ഒരു സിനിമ എടുക്കുക, അതിലെന്തെങ്കിലും കണ്ടൻറ്റും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നമ്മളെ എവിടേക്കെങ്കിലും എത്തിക്കും. ഈ പറഞ്ഞാൽ ഞാൻ IFFK ലൈഫിൽ ആദ്യമായിട്ട് പോണത് നമ്മുടെ സിനിമ കൊണ്ടാണ്. സെയിം ടൈം IFFIയുടെ വേദിയും അതൊക്കെ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളാണ്. മാത്രമല്ല പണ്ടൊക്കെ ഇന്ത്യൻ പനോരമയിൽ വരുന്ന സിനിമകളൊക്കെ അങ്ങനെ നോക്കിക്കണ്ട് അതിൻ്റെ വാർത്തയൊക്കെ വായിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പറയണേ നിങ്ങളുടെ പടം പനോരമയിലുണ്ട്, അപ്പോൾ വീണ്ടും നമ്മളവിടെ ഗസ്റ്റായി പോകുന്നു. അപ്പോൾ അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇത്തരം വേദികളിൽ സിനിമ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രിവിലേജും ഒരു സന്തോഷമൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ അവിടെയൊക്കെ എപ്പോഴേലും മുന്നേ പോകാൻ പറ്റിയിരുന്നത് നല്ലതായിരുന്നു. കാരണം നമുക്ക് സിനിമ ചെയ്യാനുള്ള മോട്ടിവേഷനെ അത്തരം വേദികൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഡെലിഗേറ്റായി പോയിരുന്നെങ്കിൽ തന്നെ പെട്ടെന്നൊക്കെ ഒരു സിനിമ എടുക്കണം എന്നൊക്കെ തോന്നാം. അങ്ങനെ നമ്മുടെ സ്വപ്നത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുമായിരിക്കും. ഈ അവാർഡ് കിട്ടിയതിന് ശേഷം നമ്മുടെ ഓർഹൻ എന്തായിരുന്നു പറഞ്ഞത്? ഓർഹാന് ഭയങ്കര സന്തോഷമാണ്. ഒന്ന് എനിക്ക് തോന്നുന്നു ഈ IFFI വേദിയിൽ അങ്ങനെ നമുക്ക് മലയാളം സിനിമകൾക്കൊക്കെ അംഗീകാരം വളരെ കുറവാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു പാർവതി തിരുവോത്തിന് ടേക്ക് ഓഫിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലിജോ ജോസിൻ്റെ ഈമായോ അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് അവിടെ ഒരു അവാർഡ് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിനിമ അവിടെ സെലക്ട് ആവുന്നു, അതിൽ കോമ്പറ്റീഷൻ വരുന്നു, അതിൽ തന്നെ ഒർഹാന് ഒരു സ്പെഷ്യൽ ജൂറി മെൻഷൻ അവൻ്റെ പെർഫോമൻസ് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം സർക്കിട്ട് കണ്ടവർക്ക് അറിയാം, നമ്മൾ ആ കഥ ആലോചിക്കുന്ന സമയത്ത് തന്നെ ഇതാരായിരിക്കും ഈ റോള് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ചലഞ്ചിങ് ആയ പാർട്ട്. കാരണം അത് നന്നായാലാണ് ആ സിനിമയുടെ ടോട്ടാലിറ്റി മൊത്തത്തിൽ നന്നാവുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളെ വെച്ച് ഷൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒർഹാനെ കണ്ടെത്താൻ ഞങ്ങളൊരു 750 കുട്ടികളൊക്കെ ഓഡീഷൻ നടത്തി, കൊച്ചിയിൽ നടത്തി, ദുബായിൽ നടത്തി. അങ്ങനെ നമ്മളൊരാളെ കണ്ടെത്തി. അയാൾ വന്നിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് അത് പെർഫോം ചെയ്യുന്നു. കാരണം കുട്ടികൾക്കറിയില്ല, അവർക്കൊരു ഉറക്കം വന്നാൽ പോലും പിന്നെ നമുക്കവരെ
നീപ്പിച്ചാൽ അവർ നീക്കണം എന്നൊന്നുമില്ല, നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. പക്ഷെ ഒർഹാൻ അങ്ങനല്ല, ഇനി ഉറങ്ങിപ്പോയാൽ തന്നെ ടേക്ക് റെഡിയാണ്. കാരണം ഈ പടത്തിലൊരു 70% രാത്രിയാണ് ഷൂട്ട്. പക്ഷെ അതിനൊക്കെ അവൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. വലിയ ആളുകളുടെ ഐക്യു പോലെയാണ് അവൻ ബിഹേവ് ചെയ്യുക. ഇപ്പോൾ ക്യാമറ എന്നെയാണോ കാണുന്നത്, ഞാൻ സജഷനിലാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ ആ ഒരു എഫേർട്ട് എടുത്ത് ഞങ്ങളെ കൂടെ നിന്നു. അപ്പോൾ അതിന് അവാർഡൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഓർഹന്റെ എഫേർട്ടിനുള്ള റിസൾട്ട് നന്നായിട്ട് കിട്ടിയല്ലേ. ഈ ഫെസ്റ്റിവൽസിൽ പ്രീമിയർ ചെയ്യുന്നത് കൊണ്ട് ശരിക്കും കരിയറിനെ ഏതെങ്കിലും രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇപ്പം 1001 നുണകളാണെങ്കിലും ഫെമിനിച്ചി ഫാത്തിമ ആണെങ്കിലും ഇത് രണ്ടും IFFKയിൽ പോയി ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തിയ ഒരു സിനിമയാണ്. ഓൾറെഡി അവിടെ നിന്ന് തന്നെ അതിനൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ റിലീസ് ടൈമിൽ ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ റീസെൻറ്റ് റിലീസായിരുന്നു, ഓഡിയൻസിലേക്ക് കൂടുതലും കൂടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റിയല്ലോ. സോ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഫെസ്റ്റിവൽസ് എങ്ങനെയായിരിക്കും കരിയറിനെ ഹെൽപ്പ് ചെയ്യുക? ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ആദ്യ സിനിമ 1001 നുണകൾ. അത് കംപ്ലീറ്റ് പുതിയ ആളുകളുടെ ഉള്ള സിനിമയാണ്. അതിലങ്ങനെ ഒരു അറിയുന്ന ഒരു നടനും നടിയും അന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ താരതമ്യേന എൻ്റെ ആദ്യത്തെ സിനിമ, ബാക്കി ടെക്നീഷ്യൻസാണ് കമ്പാരിറ്റീവ്ലി പുതിയ ആളുകൾ. അപ്പോൾ പുതിയ ഒരാളുകളുടെ സിനിമയെ നമുക്ക് ഇപ്പോൾ ഏതൊരു നോർമൽ ഓഡിയൻസിനും നോക്കി കാണുന്ന രീതി ഉണ്ടായിരിക്കും. കാരണം അനേകം സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്, അതിൽ പുതിയ ആൾക്കാരും പുതിയ ക്രൂ ചെയ്യുന്ന പടങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ഫെസ്റ്റിവലിൽ പോയി അവിടെ നമ്മളെ ആളുകൾ തിരിച്ചറിഞ്ഞ് അവിടെ അത് ചർച്ചയാവുമ്പോൾ പിന്നെ ആ നോക്കി കാണുന്നതിന് വ്യത്യാസമാണ്. ഇതിലെന്തോ ഉണ്ട്, ഇതൊരു കാണേണ്ട കണ്ടൻറ്റാണ് എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ മാറ്റാൻ ഇത്തരം വേദികളും അവിടെ കിട്ടുന്ന അംഗീകാരങ്ങളും ഹെൽപ്പ് ചെയ്യും. സെയിം തന്നെയാണ് ഫെമിനിച്ചി ഫാത്തിമക്കും. അതും ഈ പറഞ്ഞ പോലെ ഫാസിൻ്റെ ആദ്യ സിനിമയാണ്, അതിൽ അഭിനയിച്ചിട്ടുള്ള പുതിയ ആളുകളാണ്. അതൊരു സ്വതന്ത്ര സിനിമയുടെ ഫോർമാറ്റുള്ള പടങ്ങളാണ്. ഇപ്പോൾ ഭയങ്കര വലിയ ശബ്ദകോലാഹലങ്ങളോ പാട്ടും ഡാൻസൊന്നും ഇല്ലാത്ത സിനിമകളാണ്. പക്ഷേ ഇതിന് കണ്ടൻറ് ഉണ്ട്, ഇതിന് ഇങ്ങനെ ഒരു മെറിറ്റ് നമ്മൾ കൊടുക്കണമെന്ന് ആളുകൾക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലുകളിൽ സെലക്ഷൻ കിട്ടുകയും അംഗീകാരം കിട്ടുമ്പോഴൊക്കെയാണ് ആളുകൾ ഇതിനിങ്ങനെ ഒരു ഗൗരവത്തോടുകൂടി വീക്ഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിൽ എന്തോ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ 1001 ആണെങ്കിൽ കൂടെ IFFKയിൽ ഉണ്ടായ ആ ഒരു ജനപ്രീതി വെച്ചിട്ടാണ് അതിൻ്റെ ബിസിനസ്സും മറ്റും നടന്നത്. സെയിം തന്നെ ഫെമിനിച്ചി ഫാത്തിമയ്ക്കും നടക്കുന്നു. എന്തായാലും നമ്മൾ ചെയ്യുന്ന പരിപാടിക്ക് ഒരു അംഗീകാരം കിട്ടുകയാണല്ലോ, അപ്പോൾ അത് എല്ലാ നിലക്കും നമ്മളെ ഹെൽപ്പ് തന്നെ ചെയ്യുക. ഇപ്പോൾ IFFI ഞങ്ങളുടെ വേദിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അഭിനയിച്ച ആസിക്ക, ദീപക്, ദിവ്യ, കുട്ടി, അതുപോലെ ടെക്നീഷ്യൻസ്, മ്യൂസിക്, ക്യാമറ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നോക്കി കാണുന്നൊരു വേദിയാണ്, അവിടെ നമ്മളെല്ലാവരും എത്തുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാവുന്നു, സന്തോഷമാവുന്നു എന്നുള്ളത് അതൊരു സന്തോഷമുള്ള കേസാണ്. ഓക്കെ, ഈ സിനിമ ചെയ്യാനായിട്ട് ഖാലിദ് റഹ്മാൻ്റെ ഒരു മോട്ടിവേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടിരുന്നു. എന്തായിരുന്നു ശരിക്കും ആ മോട്ടിവേഷൻ? ഖാലിദ് റഹ്മാൻ എൻ്റെ സുഹൃത്തായിരുന്നു. അതുപോലെ സെക്കരിയ, ഇവർ രണ്ടുപേരും. കാരണം ഞാൻ 1001 നുണകൾ എന്നുള്ള ഐഡിയ ഞാൻ 2016 എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ആ സബ്ജക്റ്റ്. അപ്പോൾ അത് കിട്ടിയ സമയത്ത് നമുക്കിത് നല്ലൊരു സിനിമയാവും, ഇത് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ആ സിനിമ ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഇതൊരു പ്രശ്നമുണ്ടല്ലോ, ഇത് ഈ സ്പെയിനിൽ ഇറങ്ങിയ ഇന്നൊരു സിനിമയുടെ ഇതുമായിട്ട് സാമ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചുണ്ടാക്കിയൊരു കഥ അതിങ്ങനെ ഇനി ഒരു കോപ്പി അടിച്ച പടം എന്നുള്ള രീതിയിൽ വരുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളത് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. 18 ആയി, 19 കൊറോണ വന്നപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം കണ്ടൻറ്റുകളുള്ള സിനിമകൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ റഹ്മാനൊക്കെ എന്നോട് പറയാം, നീ മറ്റാളെ വാക്കായിട്ട് നിൻ്റെ പടം ചെയ്യാതിരിക്കേണ്ട, അങ്ങനെ നോക്കുമ്പോൾ ലോകത്തുള്ള ഏത് പടത്തിനായിട്ട് എന്തെങ്കിലും സാമ്യമൊക്കെ ആളുകൾക്ക് കണ്ടെത്താനും പറയാനുണ്ട്, പക്ഷേ നീ അത് ചെയ്യുമ്പോൾ അത് നിൻ്റെ സിനിമയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിൽ തന്നെ ഒരാൾ എന്നോട് ചോദിച്ചു, നീ ചെയ്യണില്ലെങ്കിൽ ഞങ്ങൾ ഈ പടം ചെയ്യൂട്ടാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്കത് ഭയങ്കര മോട്ടിവേഷനായി. കാരണം ഞാൻ വേണ്ട എന്ന് വെക്കുന്ന ആ കണ്ടൻറ്റിന് ഇത്രയും ഒരു സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് അവർക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു സിനിമയാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ശരിക്കും ആലോചിക്കുമ്പോൾ ഇപ്പോൾ ആ 5 കൊല്ലം വേസ്റ്റ് ചെയ്തതാണ് നമ്മളുടെ വെറുതെ ഒരു ഇൻസെക്യൂരിറ്റിയുടെ പുറത്ത്. പക്ഷേ വേസ്റ്റ് ചെയ്തിട്ടില്ല. ആ സമയത്ത് തന്നെയാണ് സർക്യൂട്ട് എഴുതിയത്. 1001 ചെയ്യണില്ല എന്ന് തീരുമാനിച്ച സമയത്ത് ഗൾഫിൽ സെയിം 1001 മുന്നേ സർക്യൂട്ടിൻ്റെ സ്ക്രിപ്റ്റും കയ്യിലുണ്ടായിരുന്നു. അത് നടന്നത് 1001 പിന്നെ സർക്യൂട്ട്. ഓക്കെ, ഈ 1001 ഷൂട്ട് ചെയ്ത് തന്നെ പുറത്തായിരുന്നു, ഇവിടെ അല്ല. അപ്പം ഈ ടിപ്പിക്കൽ സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, അതായത് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത രീതിയിലാണ് ഷൂട്ട് ചെയ്തത്. അത് എങ്ങനെയായിരുന്നു ശരിക്കും ചാലഞ്ചിങ് ആയിരുന്നു? അത് ഫസ്റ്റ് മൂവി കൂടെ ആയിരുന്നു. ബേസിക്കലി അത് ഞാൻ ഭയങ്കരമായിട്ട് സിനിമ സ്വപ്നം കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും വീട്ടിലെ മറ്റു സിറ്റുവേഷനൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഗൾഫിൽ പോകണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായി. അതായത് ജോലി ചെയ്യണം, കുടുംബം നോക്കണം. അപ്പോൾ സിനിമയുടെ പിന്നാലെ പോയിട്ട് കൊച്ചിയിലേക്കും വരായിരുന്നു, അല്ലെങ്കിൽ ജോലി എടുക്കുക എന്നുള്ള രീതിയിൽ ദുബായിലോട്ടും പോകാമായിരുന്നു. ഞാൻ അതിൽ ഒപ്റ്റ് ചെയ്തത് സിനിമ വേണം, ഒപ്പം ജീവിതം വേണം എന്നുള്ള രീതിയിൽ ഞാൻ ഗൾഫിലോട്ടാണ് പോയത്. അപ്പോൾ ഗൾഫിൽ പോയി ഒരു ജോലി കിട്ടി, കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്വപ്നം അങ്ങനെ ചെയ്യണ്ടേ സിനിമ എന്നുള്ളത്. അപ്പോൾ ആ സമയത്തും അവിടുന്ന് നിർത്തി വരാനുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, ഗൾഫ് ഒരു വലിയ പൊട്ടൻഷ്യൽ. കാരണം
മലയാളികൾക്ക് അറിയാം 15ാമത്തെ ജില്ല പോലെ കണക്കാക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ പോലെ 100 തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടത്തേക്കാൾ നല്ല ഭക്ഷണം കിട്ടുന്ന മലയാളി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇവിടെ ഇത്രയും മലയാളികൾ ഉണ്ടാകുമ്പോൾ എന്തായാലും ഇവിടുന്ന് കഥകൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇങ്ങനെ അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ആദ്യകാലത്തെ ഇനീഷ്യൽ ചിന്തകൾ. അപ്പോൾ അവിടുന്ന് ചെയ്യാനുള്ളതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ സിനിമയും നടക്കും, നമ്മുടെ ജോലിയും മറ്റൊന്നും ബാധിക്കില്ല. അപ്പോൾ അവിടുത്തെ ജീവിതങ്ങളെ വാച്ച് ചെയ്യാൻ തുടങ്ങി, അവിടുന്ന് ഉണ്ടാകുന്ന കഥകൾ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ അവിടുന്ന് കിട്ടിയ 2 ഐഡിയകളാണ് 1001 സർക്കിട്ടും. രണ്ടും ഇതിലേതാ നടക്കുകയെന്ന് അറിയില്ല. അപ്പോൾ 1001 ആണെങ്കിൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം, സർക്കിട്ടാണെങ്കിലും ഒരാളൊക്കെ മതി, ബാക്കി കുട്ടിയും ബാക്കി അവരെ വെച്ച് മാനേജ് ചെയ്യാം. ആ രീതിയിലൊക്കെ ആലോചിച്ചു. അങ്ങനെ ആ രണ്ടും അവിടുന്ന് നടന്നു. അപ്പോൾ നമ്മൾ ജീവിച്ച ആ സ്ഥലത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഇനി നാട്ടിൽ വെച്ച് സിനിമ. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിച്ചിരുന്നത് ഇത് ഇവിടേക്ക് കാണാനുള്ള സിനിമ അല്ല, അത് കേരളത്തിൽ റിലീസ് ആവുന്ന എല്ലാ മലയാളികൾക്കും റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സലി കണക്റ്റ് ആവുന്ന സിനിമ എടുക്കുക എന്നുള്ള കോളായിരുന്നു. അത് ഈ ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഞാൻ ചോദിച്ചത് ആ ഒരു പ്രോസസ്സും കൂടെ ആയിരുന്നു. അതായത് നമുക്ക് ഇവിടെ അല്ല ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ആ ഒരു സ്ഥലത്ത് ലൈക്ക് ക്രൂ പരിചയക്കാരും അങ്ങനെയുള്ള ടീംസ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് മാറി ഒരു സിനിമ ചെയ്യുമ്പോൾ അതൊരു ചലഞ്ചായിരുന്നു അന്ന്. അത് ശരിക്കും ചലഞ്ചാണ്. അതായത് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഗൾഫിലൊരു സിനിമ എങ്ങനെ ചെയ്യാമെന്ന് നോക്കി കാണുമ്പോൾ ഭയങ്കര ചലഞ്ചാണ്. അതിന് ഒരുപാട് ടെക്നിക്കാലിറ്റിയും ലീഗാലിറ്റിയും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ ഞാൻ 15 വർഷമായിട്ട് ഗൾഫിൽ സെറ്റിലാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് പരസ്യ മേഖലയിലാണ്, അവിടുത്തെ ആഡ് ഫിലിം മേക്കറാണ്. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അവിടുത്തെ എല്ലാ പ്രോസസ്സും എനിക്കറിയാം. അതായത് നമ്മളിപ്പോൾ 1 മിനിറ്റുള്ള പരസ്യം എടുക്കണമെങ്കിലും ഇത് ക്യാമറ ഇവിടുന്ന് സോഴ്സ് ചെയ്യണം, അതിന് ഏതൊക്കെ പെർമിഷൻസ് എടുക്കണം, ലോക്കൽ ഗ്രൗണ്ട് പെർമിഷൻ എങ്ങനെയാണ്, ഷൂട്ടിംഗ് പെർമിഷൻ എങ്ങനെയാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല ഇവിടുന്ന് വരുന്ന സിനിമകളൊക്കെ ലാൽ ജോസ് സാറിൻ്റെ മിയാവു അതുപോലെ കുറുപ്പൊക്കെ വന്ന സമയത്ത് അവർക്ക് വേണ്ട ഗ്രൗണ്ട് ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഞാനാണ്. മീൻസ് നമ്മൾ പരസ്യ മേഖലയുള്ളപ്പോൾ അവരൊക്കെ നമ്മളെ വിളിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ വല്ല ലൊക്കേഷൻ കാണാനൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഫ്രീഡം ഉള്ള, എനിക്ക് അറിയാവുന്നൊരു ഗ്രൗണ്ടായിരുന്നു ആ സ്ഥലം. അതുകൊണ്ടും കൂടിയാണ് ഞാൻ അവിടുന്ന് സിനിമ ആലോചിച്ചതും അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റിയതും. കമ്പാരിറ്റീവ്ലി അത് ഈസി ആയിരുന്നു. ഓക്കെ, ഈ സിനിമ ഒരുപാട് ആഗ്രഹിച്ച ആളായിരുന്നല്ലോ, എങ്ങനെയായിരുന്നു അപ്പോൾ സിനിമ പഠിച്ചതൊക്കെ? ഈ ആർട്ട് ഫിലിംസിലൂടെ തന്നെ ആയിരുന്നോ അതോ? സിനിമ അങ്ങനെ പഠിച്ചിട്ട് ഇല്ല. നമുക്കിഷ്ടമുള്ളൊരു സാധനം നമ്മൾ അതിലാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അതായത് ക്രിക്കറ്റ് കളി ഇഷ്ടമുള്ള ഒരു ഗ്രൗണ്ടിൽ കളിക്കാൻ പോകും. അപ്പോൾ നമ്മളിതിങ്ങനെ സിനിമ കാണാൻ അപ്പുറത്തെ വീട്ടിൽ പോകും, ഇപ്പുറത്തെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് തിയേറ്ററിൽ പോകും. അങ്ങനെയുള്ള നമ്മൾ ഇഷ്ടമുള്ളൊരു സാധനത്തിലോട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ നമുക്കിത് എടുക്കണം എന്ന്, ഇത് എന്താണ് ഇതിൻ്റെ പരിപാടി എന്ന് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. നമ്മൾ വിദേശത്തു നിന്നൊക്കെയുള്ള സിനിമകൾ, ഇറാനിയൻ സിനിമകൾ, അല്ലെങ്കിൽ ഈ ഓസ്കാറിലൊക്കെ ഫോറിൻ ലാംഗ്വേജ് വിൻ ചെയ്യുന്ന സിനിമകൾ, അതെല്ലാം തിരഞ്ഞു പിടിച്ച് കാണുന്നു, പഴയ സിനിമകൾ കാണുന്നു. അപ്പോൾ നമ്മളുടെ ഒരു കഥയുണ്ട്, അതിനിങ്ങനെ ഇമോഷൻ ചെയ്യുക, അങ്ങനെയുള്ള പ്രോസസ്സ്. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ മൊബൈലൊക്കെ വെച്ച് ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് പരസ്യമായി തുടങ്ങി. അപ്പോൾ പിന്നെ മനസ്സിലായി ഇതിൻ്റെ ടെക്നിക്കാലിറ്റി ഇതാണ്, ഷോർട്ട് ഡിവിഷൻ വേണോ, ക്രൂ വേണോ, ലൈറ്റ് വേണം എന്നുള്ളത്. അതിങ്ങനെ ചെയ്ത് അത് ചെറിയ കണ്ടൻറ്റ് ചെയ്ത എക്സ്പീരിയൻസിൽ പിന്നെ വലുത് എഴുതുന്നു, അത് സിനിമയായി മാറുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ശരിക്കും പോസിബിൾ ആയിരിക്കും. ഇപ്പം സിനിമയുടെ ഒരു സ്കെയില് തന്നെ ഒരുപാട് മാറി. ഇപ്പം മലയാളത്തിലാണെങ്കിൽ പോലും ലോക പോലുള്ള അത്രയും വലിയ സിനിമകളൊക്കെ വരുന്നു. അപ്പം ഈ സിനിമ അതിന്റെ ടെക്നിക്കൽ സൈഡുകളെല്ലാം പഠിക്കാതെ ഒരാൾക്ക് സിനിമ ചെയ്യാൻ പോസിബിൾ ആയിരിക്കും? എന്തായിരിക്കും ഒരു ഒപ്പീനിയൻ അതിന്റെ? സിനിമയുടെ ടെക്നിക്കൽ നോളജ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഗുണമേ ഉള്ളൂ നമുക്ക്. പക്ഷേ അതില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിനിമ ചെയ്യാൻ പറ്റും. സിനിമ എന്ന് വെച്ചത് ഇപ്പോൾ എഴുതാൻ അറിയുന്ന ആൾക്ക് അത് നോവലാണോ, അത് ചെറുകഥയാണോ, കവിതയാണോ എന്നുള്ളത് അതിൻ്റെ ഫോർമാറ്റിലാണ് വ്യത്യാസമുള്ളൂ. എഴുത്ത് എന്നുള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് 2 വരി എഴുതാൻ പറ്റും, അല്ലെങ്കിൽ കുറേ എഴുതാൻ പറ്റും എന്നുള്ള ഇതുപോലെ തന്നെയാണ്. നമുക്കൊരു കഥ വേണം, ആ കഥ പറയാനുള്ള ഒരു ഐഡിയ വേണം. അപ്പോൾ നന്നായിട്ട് കഥ പറയുന്ന ഒരാൾക്ക് ആ കഥ പറഞ്ഞ് മറ്റാളുകളെ കൺവിൻസ് ചെയ്യും. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു ക്യാമറമാൻ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇവരുടെ എക്സ്പെർട്ടൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നല്ല കോർഡിനേറ്റർ ആയാൽ മതി. എനിക്ക് നല്ലൊരു കഥയുണ്ട്, അപ്പോൾ എനിക്ക് ക്യാമറയുടെ ഹെൽപ്പ് വേണം, മ്യൂസിക്കിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ അവരോട് എനിക്ക് പറയാൻ പറ്റണം ഞാൻ ഇങ്ങനെയാണ് നോക്കി കാണുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അവർ അപ്ലൈ ചെയ്തോളും. അപ്പോൾ ടെക്നിക്കാലിറ്റി അറിഞ്ഞിട്ടില്ലെങ്കിലും സിനിമ ചെയ്യാനൊക്കെ പറ്റും. അതറിഞ്ഞു എന്നതുകൊണ്ട് അത് നമുക്ക് ആ പ്രോസസ്സ് കുറച്ചും കൂടെ എളുപ്പമാവും, നമുക്ക് അതിൽ കുറച്ചും കൂടെ ഒക്കെ കൺട്രോൾ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ എഴുത്തിൻ്റെ ഒരു പാറ്റേൺ ചോദിച്ചു. ഇപ്പോൾ 1001 സർക്കിട്ടും നോക്കിക്കഴിഞ്ഞാൽ രണ്ടും 2 തരത്തിലുള്ള സിനിമകളാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും തമ്മർ എന്ന സംവിധായകൻ എഴുത്തുകാരിലേക്ക് വരുമ്പം എങ്ങനെയാണ് എഴുത്തിൻ്റെ പ്രോസസ്സ് പോകുന്നത്? ഞാൻ ആദ്യം തന്നെ എഴുതാനെടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ സിനിമ കാണുന്നവർക്ക് ഇഷ്ടമാവുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നുള്ളൊരു ഫസ്റ്റ് കോൾ എടുത്തിട്ടാണ് എഴുതാനിരിക്കുക. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, സീനുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതാം,
അല്ലെങ്കിൽ സീനുകൾ വളരെ ഡള്ളാക്കിയിട്ട് എഴുതാൻ പറ്റും. അതൊക്കെ ഓരോ എഴുത്തിൻ്റെ സ്റ്റൈലാണ്. പക്ഷേ ഞാനെപ്പോഴും ഇത് സാധാരണ ഇപ്പം എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ വളരെ വളരെ നോർമലായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ ഈ സിനിമ ആയിട്ട് വരുമ്പോൾ അവരും തിയേറ്ററിൽ വന്ന് കണ്ടാൽ അവർക്കത് മനസ്സിലാവണം, അത് ഇഷ്ടമാവണം, അത് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എപ്പോഴും ആ റിലേറ്റബിലിറ്റി ഒക്കെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റിൽ കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ഈ സീൻ കാണുമ്പോൾ അയ്യോ ഇത് നമ്മുടെ ജീവിതത്തിൽ നടന്നതാണല്ലോ, അല്ലെങ്കിൽ ഇത് എനിക്കറിയുന്നതാണല്ലോ. ഇത് ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമോഷൻ കണക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ള കുറേ ഇറാനിയൻ സിനിമകളുണ്ട്, അതിലുള്ള അഭിനയിച്ച ആളുകളൊന്നും നമുക്കറിയില്ല. അത് ഏത് നടനാണോ, അവിടുത്തെ ഫേമസ് ആണോ ഒന്നും അറിയില്ല. പക്ഷേ ആ സിനിമയുടെ ഇമോഷൻ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അയാളുടെ സങ്കടം എന്താ, അയാളുടെ സന്തോഷം എന്താ, അയാൾ എന്താണ് ആഗ്രഹിക്കുക, ഇത് നമുക്ക് റിലേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നത്. അത് എഴുത്തിൻ്റെയും ലാംഗ്വേജിൻ്റെയും പ്രത്യേകത. അപ്പോൾ ആ ഒരു ടെക്നിക്ക് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ ചെയ്യുക. അത് ഇനി ആർട്ടിസ്റ്റ് വേണ്ട, പുതിയ ആൾക്കാരാണെങ്കിലും ഇത് മനസ്സിലാവണം, ഇത് കണക്ട് ചെയ്യണം എന്നുള്ളൊരു പ്രോസസ്സ് ഇത് ഞാൻ ത്രൂ ഔട്ട് എപ്പോഴും സ്ക്രിപ്റ്റിൽ ഇതാക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് സിനിമ ഇറങ്ങുള്ളൂ, ഇപ്പോൾ സർക്കിട്ട് ഇറങ്ങിയപ്പോഴാണെങ്കിലും ആളുകൾ ഇത് ഗൾഫിൽ ഒരു വട്ടം വിസിറ്റിന് പോയവർക്കൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാവും, ഇത് റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുത്തിനൊക്കെ ആളുകൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളൊരു സന്തോഷം. ഈ ആക്ടേഴ്സിനെ മനസ്സിൽ വിചാരിച്ച് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാറുണ്ടോ? അങ്ങനെ ഇതുവരെയുള്ള ഒരു പടവും അങ്ങനെ ചെയ്തിട്ടില്ല. മാത്രമല്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ എനിക്കറിയില്ല പറ്റും. നമുക്ക് വേണ്ടത് ശരിക്കും എപ്പോഴും നമുക്കൊരു കഥ കിട്ടണം, ആ കഥയിലെ കഥാപാത്രങ്ങൾ നമ്മൾ എഴുതണം. ആൾക്കാരെ മനസ്സിൽ കൊണ്ടുവച്ചാൽ നമ്മൾ പിന്നെ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. അയാളിങ്ങനെ ചെയ്യുമോ, അയാളിങ്ങനെ ചെയ്യില്ലേ, അയാൾക്കിത് ചെയ്യാൻ അങ്ങനെയുള്ള ഇൻഹിബിഷൻ വന്നിട്ട് നമ്മൾ എഴുത്തിനെ ലിമിറ്റ് ചെയ്യും. അതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഫുൾ പൊട്ടൻഷ്യല്, അതായത് ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എഴുതി ഫലിപ്പിക്കാൻ പറ്റുക. എന്നിട്ട് അതൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അയാൾക്കും തോന്നും ഇത് കൊള്ളാലോ, ഈ ക്യാരക്ടറിലൊരു പരിപാടിയുണ്ട്, ഇത് ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഇത് പിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിനിമകൾ എഴുതിയിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഈ ഫെമിനിച്ചി ഫാത്തിമയിലേക്ക് വരുമ്പം ഒറ്റ ലൊക്കേഷനാണ് സിനിമയുടെ ഒരു മെയിൻ സീനുകളെല്ലാം ഉള്ളത്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ചെറിയൊരു വീട്, അത്രയും ചെറിയ സ്പേസ് ആണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചലഞ്ച് എന്തൊക്കെയായിരിക്കും? ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് അങ്ങനത്തെ ഒരുപാട് ചലഞ്ച് ഉണ്ട്. ഒന്ന് അത് ലിമിറ്റഡ് സ്പേസിലുള്ള പടങ്ങൾ എടുക്കുമ്പോൾ അത്രയും നന്നാവണം സ്ക്രിപ്റ്റ്, എന്നാൽ മാത്രമാണ് ആ സിനിമ നമ്മളെ എൻഗേജ് ചെയ്യുള്ളൂ. കാരണം ലിമിറ്റഡ് സ്പേസ് അല്ലാത്ത പടമാകുമ്പോൾ നമുക്ക് വിഷ്വലി ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റും. നമുക്ക് കടൽ കാണിക്കാം, മല കാണിക്കാം, ചേസ് കാണിക്കാം, ലൗഡ് കാണിക്കാം, കളർഫുൾ ഇവൻറ്റുകൾ കാണിക്കാം. ഇതൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഓരോ ഓഡിയൻസിനെയും കണക്ട് ചെയ്തിരുത്താൻ പറ്റും. പക്ഷേ ലിമിറ്റഡ് സ്ഥലം, അപ്പോൾ ഈ ഒരു റൂമിലുള്ള പരിപാടി എടുക്കുമ്പോൾ നമ്മൾ ആ എഴുത്തും ആ ക്യാരക്ടറിൻ്റെ ഇമോഷനെയും അത്രയും നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് കൺസീവ് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ അത് ഭയങ്കര ബോറിംഗ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഫെമിനിച്ചി ഫാത്തിമക്കൊക്കെ ആണെങ്കിൽ ഒരു വീടും അതിൻ്റെ ചുറ്റുപാടുണ്ട്. ഇതൊന്നുമില്ലാതെ ലോകത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ ശവപ്പെട്ടിയിലുള്ള പടമുണ്ട്, ഒരു ടെലിഫോൺ ബൂത്തിലുള്ള പടമുണ്ട്. അങ്ങനെ വളരെ ലിമിറ്റഡ് ഒരു 12 പേര് ഒരു മേശയുടെ ചുറ്റും ഇരിക്കുന്ന സിനിമകളുണ്ട്. പക്ഷേ ആ ഡയലോഗ് കൊണ്ടൊക്കെ നമ്മളെ ഹുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ധാരാളം സ്ഥലമുണ്ട്. അപ്പോൾ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ചെറിയ സ്ഥലങ്ങളാകുമ്പോൾ മറ്റ് ടെക്നിക്കല്ലേ, ലൈറ്റിങ്, ക്യാമറയുടെ സാധനങ്ങൾ, അതിലൊക്കെ നമ്മൾ ഇച്ചിരി കൺസ്ട്രെയിൻ ആയി പോകും. പക്ഷേ ആ കഥ പറയാൻ വേണ്ട ഫെസിലിറ്റി അതാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് നന്നായിട്ട് വരും ചെയ്യും. ഇത് ഫാസിൽ എങ്ങനെയായിരുന്നു ഈ ഒരു സ്ക്രിപ്റ്റുമായിട്ട് അപ്രോച്ച് ചെയ്തത്? ഫാസിൽ എൻ്റെ 1001 ഉണകളുടെയും സർക്കീട്ടിൻ്റെയും സ്പോട്ട് എഡിറ്ററാണ്. അപ്പോൾ എൻ്റെ 2 പടത്തിൽ എൻ്റെ ഒപ്പം ഇരിക്കുന്ന സ്പോട്ട് എഡിറ്റർ അല്ല, ഡയറക്ടർ കൂടെ ഇരിക്കുന്ന ആളാണ്, എപ്പോഴും ലൈനപ്പ് എഡിറ്റ് ആയിട്ട്. അപ്പോൾ പിന്നെ എൻ്റെ നാട്ടുകാരനും കൂടെയാണ്. അപ്പോൾ 1001 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ അടുപ്പായി. അവൻ വേറെ 1-2 സ്ക്രിപ്റ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, സർക്കീട്ടിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അവൻ ട്യൂഷൻ വീട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ മിനി വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തു. അത് കുട്ടികൾക്കിടയിലൊക്കെ ഭയങ്കര റീച്ചായി മാറി. അപ്പോൾ അത് അവൻ്റെ നാട്ടിൽ തന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ഒരു സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൻ ആ ഫോർമാറ്റ് തന്നെ പിടിച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ 1001 ഷംലയാണ് ഇതിലെ ഫെമിനിച്ചിലെ ഫാത്തിമായി വന്നത്. അപ്പോൾ അങ്ങനെ ഷംലയെ കാസ്റ്റ് ചെയ്തു. കുമാർ സുനിലിനെ നമ്മൾ 1001 ഒരു ക്യാരക്ടറിന് വേണ്ടി ഓഡീഷൻ ചെയ്തിരുന്നു. അന്ന് ആളെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അയാളെ ഓർമ്മ വന്നപ്പോൾ നമുക്ക് ഇയാളെ വെക്കാമെന്നാണ്. അങ്ങനെ ഞങ്ങളങ്ങ് തുടങ്ങി. പിന്നെ അതിങ്ങനെ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴാണ് നമുക്കതിൻ്റെ ഈ ഇമോഷൻ വർക്കാവുന്നത്. നമ്മൾ ഇങ്ങനെ ആംഗിൾ ചെയ്യണം. അപ്പോൾ ഫാസിൽ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ടൊന്ന് പോസ് ചെയ്തു, വീണ്ടും സ്ക്രിപ്റ്റൊക്കെ ഒന്ന് റീറൈറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ആ സിനിമ ഇന്ന് മലയാളത്തിലെ മികച്ച 2ാമത്തെ സിനിമ, മികച്ച നടി, അതുപോലെ മികച്ച നവാഗത സംവിധായകൻ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ ഫെസ്റ്റിവലിലും ആ സിനിമ പോകുന്നു. വളരെ ചെറിയ സാഹചര്യത്തിൽ ചെറിയ റിസോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ്. പക്ഷേ കണ്ടൻറ്റ് നന്നായതുകൊണ്ട് അത് അതിനേക്കാൾ വലിയ വലുപ്പത്തിൽ, അതായത് മമ്മൂട്ടിയോടൊപ്പം മികച്ച നടി ഉണ്ടാക്കാൻ പാകത്തിലോട്ട് ആ സിനിമ മാറുന്നു.
അത് തുടക്കം മുതലേ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ ആദ്യ സമയത്ത് ഫാസിലായിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഫാസിൽ വേറൊരു വലിയ പ്രൊഡ്യൂസറുടെ അടുത്ത് പോയി. പക്ഷെ അയാൾക്ക് ഈ സിനിമ ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല, ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ആൾക്ക് കണ്ടിട്ട് അത് അത്ര കണക്റ്റ് ആയില്ല. അപ്പോൾ ഫാസിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിങ്ങനെ വന്നപ്പോൾ ഞാനും ഫാസിലും കൂടെ ഇരുന്ന് ഞാൻ പറഞ്ഞു, ഇത് കുഴപ്പമില്ല ഫാസിൽ, ഇത് ഞാൻ ചെയ്തോളാം, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പിന്നെ ഒന്നും കൂടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് പിന്നെ IFFKയിലേക്ക് അയക്കുന്നത്. അപ്പോൾ IFFKയിലേക്ക് അയക്കുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കും, കാരണം നമ്മൾ അയക്കുന്നു, അത് കിട്ടിയാൽ നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ ചെയ്തു. അവിടെ സെലക്ഷൻ വന്നു. അപ്പോൾ നമ്മൾ പിന്നെ ബാക്കിയുള്ള ഷൂട്ട് മിനിമലാണെങ്കിലും ബാക്കി ടെക്നിക്കൽ കളറിങ്, സൗണ്ട്, ഇതെല്ലാം നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വളരെ നല്ല വൃത്തിയിൽ അത് ചെയ്തു. IFFKയിൽ ഇത് ഭയങ്കര ചർച്ചയായി. പിന്നെ വേഫർ ടീം ആ സിനിമ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ ഏറ്റെടുത്തു. ഇപ്പോൾ മനോരമ സിനിമ പർച്ചേസ് ചെയ്തു. December 12 പടം ടെലികാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് മനോരമ മാക്സിൽ. യെസ്, അങ്ങനെ ഫെമിനിച്ചി ഫാത്തിമയുടെ ഒരു ലോങ് ജേർണി തന്നെയാണല്ലേ. അതെ. അപ്പോൾ ഇനിയും അടുത്തൊരു പ്രൊഡക്ഷൻ പ്ലാൻ ഉണ്ടാവുമോ? അങ്ങനെ എൻ്റെ കയ്യിൽ 2-3 കോടി രൂപ ഉണ്ട്. ആരെങ്കിലും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള മൂഡിൽ. എനിക്ക് സിനിമ എടുക്കാനാണ് ഇഷ്ടം, എനിക്ക് ഡയറക്റ്റ് ചെയ്യാനാണ് ഇഷ്ടം. ഇനി ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമാവുക. അതായത് അങ്ങനെ പൈസ കൊടുത്തിട്ട് ആരെങ്കിലും ചെയ്യാന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അതിനൊരു കണ്ടൻറ് ഉണ്ട്, ഇത് പറയേണ്ട വിഷയമാണ്, അപ്പം ഇത് ചെയ്യാൻ നമ്മളും കൂടെ കൂടിയാൽ ഇത് അവർക്കൊരു ഹെൽപ്പാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് ഓപ്ഷനും ഫെസിലിറ്റിയൊക്കെ ഉള്ള, അല്ലെങ്കിൽ പറയണമെന്ന് തോന്നുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിയും ചെയ്തേക്കും. ഇപ്പോൾ ഡയറക്ഷൻ സൈഡിലേക്ക് വരുമ്പോഴും ഈ പുറത്തു നിന്നുള്ള കഥകൾ ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണോ? താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷേ നമ്മൾ തന്നെ ഈ സിനിമ സ്വപ്നം കണ്ട സമയത്ത് കുറേ കഥകൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ കഥകളൊക്കെ പറയണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിൽ 2 കഥയെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും കുറേ കഥകൾ നമ്മൾ എഴുതിയതിൽ തന്നെ പറയണമെന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഒരാൾ വന്നിട്ട് പറയണം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇതാണ്, അപ്പോൾ നമുക്ക് തോന്നുകയാണ് അയ്യോ ഇത് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നതിനെക്കാട്ടും ഗംഭീരമാണല്ലോ, ഇതാണല്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ അങ്ങനെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന കഥകൾ വന്നാൽ ചെയ്യണമെന്നുണ്ട്. അതല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട് നമ്മൾ കഥ എഴുതി നമ്മുടേതായ ലോകത്തുനിന്ന് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളും ഇമോഷനൊക്കെ ഉള്ള സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. ഈ ഒരുമാതിരിപ്പെട്ട റൈറ്റേഴ്സ് എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എഴുതി വെച്ച സാധനം സ്ക്രീനിൽ വേറൊരാൾ ചെയ്ത് കാണുന്ന ഒരു മൊമെന്റ്. അത് എനിക്ക് തോന്നുന്നു എല്ലാ ഫിലിം മേക്കേഴ്സും ഫേസ് ചെയ്യേണ്ട വന്നിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ട് ആ ഒരു വിഷമമായിരിക്കുമല്ലോ ആദ്യം തന്നെ വരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? എന്തോ അറിഞ്ഞിട്ട് ചോദിക്കാനല്ലോ. ഇപ്പം ഈ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മൾ എഴുതിയ സാധനം വേറെ ആൾ എഴുതി വന്നിട്ട് വിഷമം ഉണ്ടോ എന്നുള്ളത്. 101 നുണകൾക്ക് ഇതുണ്ടായിരുന്നു. 101 നുണ നമ്മൾ ചെയ്യാൻ വിചാരിച്ച സമയത്ത് ഈ സ്പെയിനിൽ ഇറങ്ങിയിട്ടുള്ള പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന പടത്തുമായിട്ട് സാമ്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഭയങ്കര ഡൗണായി, ഇനി അത് ചെയ്യണ്ട എന്നുള്ളത്. പക്ഷേ പിന്നെ നമ്മൾ ആ സിനിമയാണ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതേ സമയത്ത് തന്നെ 12th മാൻ കേരളത്തിൽ റിലീസായി. നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ 2 ആഴ്ച മുന്നേ 12th മാൻ വന്നു. 12th മാൻ ശരിക്ക് ഈ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സിൻ്റെ ഇൻസ്പയർ ആയിട്ടുള്ള സിനിമ. അപ്പോഴും നമുക്ക് ഭയങ്കര ടെൻഷനാണ്, അയ്യോ ഇത് പടം വന്നല്ലോ എന്ന്. പക്ഷെ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യം, എവിടെ വന്നാലും കുഴപ്പമില്ല, നമുക്ക് തോന്നും എന്നുള്ള കണ്ടൻറ്റ് നമ്മൾ ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ പറയുന്ന ഭാഷയും നമ്മൾ പറയുന്ന സിനിമയും പുതിയതായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പം അടുത്ത് ഞങ്ങൾ വേറൊരു പടം ചെയ്യാൻ വേണ്ടി എല്ലാം നിന്നതാണ്, അത് അനൗൺസൊക്കെ ചെയ്തതായിരുന്നു. പക്ഷെ പെട്ടെന്ന് അതേപോലത്തെ സാഹചര്യത്തിലുള്ളൊരു സിനിമ അതേ സബ്ജക്റ്റ് തന്നെ വരുന്നു എന്ന് കേട്ടപ്പോൾ നമ്മളൊന്ന് പോസ് ചെയ്തു, എന്നാൽ ഇപ്പം ചെയ്യേണ്ട. കാരണം സെയിം ഐഡിയ, കാരണം ഓരോ ഐഡിയക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ സെയിം ഐഡിയ ഇനി റിപ്പീറ്റ് ആയിട്ടല്ല, അല്ലെങ്കിൽ അത് ഇറങ്ങിയിട്ട് നോക്കാം നമ്മൾ ചെയ്യാൻ വിചാരിച്ചതാണോ എന്നൊക്കെ നോക്കി. ഇത് എൻ്റെ എന്നുള്ളതല്ല, ഇത് വർഷങ്ങളായിട്ട് മലയാള സിനിമയിലുള്ളത് ഒരാളവിടെ. കാരണം അത് അങ്ങനെയാണ് ഇതിൻ്റെ ക്രിയേറ്റീവ് പ്രോസസ്സ്. ഇത് ആർക്കും ആലോചിക്കാമല്ലോ, ആരുടെ ഇമാജിനേഷനിലോ. ഇതൊക്കെ സംഭവിക്കണം എന്താ വെച്ചാൽ നമ്മൾ കണ്ട സിനിമകളോ നമ്മൾ വായിച്ച ബുക്കുകളോ അല്ലെങ്കിൽ നമ്മൾ കണ്ട ജീവിത സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരേ നോവൽ വായിക്കുന്ന 2 പേർക്ക് അപ്പുറത്ത് 2 കഥകൾ ആലോചിക്കുക എന്നുള്ളതൊക്കെ വളരെ കോയിൻസിഡൻസിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൽ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അടുത്തത് കഴിക്കുക അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യാൻ പോകുന്ന ഒരു സിനിമ ഒരു ഫുൾ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് ഉള്ള ഒന്നായിരിക്കുമോ? നമ്മളെല്ലാ സിനിമയും ആഗ്രഹിക്കുന്നത് കൊമേഴ്ഷ്യലി വർക്ക് ആവണം എന്നുള്ളതാണ്. ആളുകൾക്ക് ഇഷ്ടമാവണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാ സിനിമ ചെയ്യുമ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില സിനിമയ്ക്ക് അത് ഇത്തരം വേദികൾ റീച്ച് കിട്ടുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ ഭയങ്കരമായിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കിഷ്കിന്ത കാണ്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ, ലേക്കൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് ഒരേ സമയം കൊമേഴ്ഷ്യലും ആയിട്ടുണ്ട്, എന്നാൽ ക്രിട്ടിക്കലി അത്രയും നല്ല റൈറ്റിങ്, അത്രയും നല്ല പ്ലോട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ആളുകൾക്ക് ഇഷ്ടാവുന്ന സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് രീതിയിൽ റീച്ച് ആവുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിൽ കിടക്കുന്ന കാര്യമല്ല. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇല്ല
ഞാൻ ഇതുവരെ ചെയ്ത പോലത്തെ അല്ല, ഭയങ്കര കൊമേഴ്ഷ്യൽ ഒരു സിനിമ എടുക്കണം, ആട്ടും പാട്ടും ഇടിയും അടിയൊക്കെ വേണമെന്ന് വിചാരിച്ച് ചെയ്താലും ആ സിനിമ കൊമേഴ്ഷ്യലി വർക്കാവണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങണ എല്ലാ പടവും വർക്കാവേണ്ടതാണല്ലോ. അപ്പോൾ നമുക്കിഷ്ടമുള്ള ആളുകളെ എൻഗേജ് ചെയ്യുന്ന ഉറപ്പുള്ള രീതിയിൽ സിനിമ ചെയ്യുക. അത് കൊമേഴ്ഷ്യലാവുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഈ ആദ്യകാലത്തെ ഡോക്യുമെന്ററീസ് ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ എല്ലാം മ്യൂസിക് ഹിഷാമിൻ്റെ പേര് കാണുന്നുണ്ട്. ഹിഷാമുമായിട്ടുള്ള ഇനിയൊരു കൊളാബറേഷൻ ഒക്കെ ഉണ്ടാവും. സോ ഹിഷാമുമായിട്ടുള്ളൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്തതും എങ്ങനെയായിരുന്നു? ഹിഷാം, ഞങ്ങൾ ഗൾഫിലുള്ള സമയത്ത് ഹിഷാമും ഗൾഫിലായിരുന്നു. അവൻ അവിടെ സാമി യൂസഫിൻ്റെ കൂടെ തന്നെ മ്യൂസീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഗൾഫിൽ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിമുകളുടെയും നമ്മളുടെ എല്ലാ പരസ്യങ്ങളുടെയും കംപ്ലീറ്റ് മ്യൂസിക് അവനാണ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ നല്ല ഷോർട്ട് ഫിലിമിൻ്റെ എല്ലാ ആഡിൻ്റെയും മ്യൂസിക് ഡയറക്ടർ ഹിഷാം തന്നെയായിരുന്നു. പിന്നെ സിനിമ തുടങ്ങിയപ്പോൾ എനിക്കൊന്ന് 101 സമയത്ത് ഹിഷാമുമായിട്ട് ചെയ്യാനായിരുന്നു ഇനീഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും അവൻ എനിക്കൊന്ന് ഹൃദയത്തിൻ്റെ പ്രൊജക്റ്റുമായിട്ട് തിരക്കിലായി പോയതാണ്. പക്ഷേ ഞങ്ങളിപ്പോഴും നല്ല ഫ്രണ്ട്സാണ്. അടുത്ത പ്രൊജക്റ്റ് ഒരുമിച്ച് ചെയ്യണമെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണതാണ്, നോക്കിക്കാണുന്നു. അത് അവനും എനിക്കും ഇഷ്ടമാവുന്ന ഒരു സബ്ജക്റ്റൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും. ഓക്കെ. ഇപ്പം സർക്യൂട്ടിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇതിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു കൂടുതൽ ഓഡിയൻസിനും കണക്ട് ചെയ്യാൻ പറ്റിയ ആസിഫ് അലി കരയുന്ന കാണുമ്പോൾ നമ്മൾ പ്രേക്ഷകർ അറിയാതെ കരഞ്ഞു പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ആ സിനിമ കണ്ടപ്പം എനിക്കും അതായിരുന്നു. തിയേറ്ററിലിരുന്ന് കണ്ടപ്പോൾ തന്നെ ആ ഒരു വിഷമവും മനസ്സിലോട്ട് കയറിപ്പോയൊരു സാധനമായിരുന്നു. ആ ഒരു ഇമോഷണൽ ആസ്പെക്റ്റും കൂടെ നോക്കിയിട്ടായിരുന്നു ശരിക്കും ഇതിലേക്ക് ആസിഫ് അലിയെ കാസ്റ്റ് ചെയ്തത്? ആസിഖാനെ ഞാൻ അങ്ങനെ കാസ്റ്റ് ചെയ്തതേക്കാൾ കൂടുതൽ 101 ഓണകൾ കണ്ടിട്ട് ആസിക്ക് ഒരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുറച്ച് സംസാരിച്ചു. പുള്ളിക്ക് 101 ഭയങ്കര ഇഷ്ടമായി, ഇത്തരത്തിലുള്ള നല്ല പരിപാടി നമുക്ക് ഒരുമിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ സർക്കിട്ടിൻ്റെ സ്ക്രിപ്റ്റും ഉണ്ട്. പക്ഷെ അത് ആരെ വെച്ചിട്ടാണെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ ആസിഖാനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ വേറൊരു കഥ ഉണ്ട് പറയട്ടെ എന്നിട്ട് ഈ കഥ പറഞ്ഞു. പുള്ളിക്ക് സിനിമ കഥ ഇഷ്ടമായപ്പോൾ പുള്ളി പറഞ്ഞു ഞാനിത് ചെയ്യാമെന്നുള്ളതായിരുന്നു. ആ സമയത്ത് ആസിക തലവനൊക്കെ അഭിനയിക്കുന്നത്. അപ്പം വലിയ മീശയൊക്കെ വെച്ചിട്ട് ഭയങ്കര, അപ്പോൾ പിന്നെ എനിക്കൊരു പേടി വരാൻ തുടങ്ങി. അയ്യോ, ഞാൻ കണ്ട അമീറിന് ഒരു 27 വയസ്സും ഭയങ്കര യങ്ങുള്ളൂ. ഇപ്പോൾ ആസിക ഭയങ്കര വലിയ ആളായിട്ടുണ്ട്, കൂമനൊക്കെ ഇറങ്ങി അങ്ങനെയുള്ളൊരു സമയമാണ്. പക്ഷേ ആസിക എന്നുള്ള ആക്ടർക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനുള്ള ബോഡി ഫ്ലെക്സിബിലിറ്റിയും ഞാൻ എന്നിട്ട് വേറൊരു പരിപാടിയിൽ ആ മീശയൊക്കെ എടുത്ത് കളഞ്ഞ് ഭയങ്കര ചെറുപ്പമായിട്ടും തോന്നി. അപ്പോൾ അത് പിന്നെ ആദ്യത്തെ ഇമോഷൻ പരിപാടികളൊക്കെ എലിവേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ആസിക്കാണ്. എനിക്ക് തോന്നുന്നത് സിനിമയ്ക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ചർച്ചയായിട്ടുള്ളതും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ റിവ്യൂകളുടെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ആസിഫ് അലി എലിവേറ്റ് താമർ സർക്കിട്ട് എന്ന്. അപ്പോൾ അമീറായിട്ട് പിന്നെ പുള്ളി അങ്ങ് ജീവിക്കുകയും പുള്ളി ആ ഇമോഷൻ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി അപ്പുറത്തേക്ക് ഡെലിവറി ചെയ്യാനൊക്കെ പറ്റിയപ്പോഴാണ് അതങ്ങനെ കോംപ്ലിമെൻ്റായി വന്നിട്ടുള്ളത്. ഈ ആമിറായിട്ട് വേറെ ആളെ കണ്ടിട്ടേ ഇല്ല? അപ്പോൾ ഞാൻ വേറൊരാളെ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആളെ വെച്ചിട്ട് ഈ സിനിമ ചെയ്യണം എന്നുള്ളതൊക്കെ ആയിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പോൾ ഈ 101 സമയത്ത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ആസിഖാനെ പോലെ ഒരാളത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങ് മാറിയതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരാളെ കണ്ടിട്ട് എഴുതാതെ ആ ക്യാരക്ടർ എഴുതുക. അപ്പോൾ എന്താ വെച്ചാൽ അത് ഏത് നടൻ വന്നിട്ട് ആ ക്യാരക്ടർ അഭിനയിച്ചാലും അത് ഗംഭീരമാക്കുക. കാരണം നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എഴുതി വെച്ചിട്ടുണ്ടാവും. മറ്റേ നമ്മൾ ഭയങ്കര ബയാസ്ഡ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് അയാളെ ഈ അമീർ എന്നുള്ള ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് കൃത്യമായിട്ട് എഴുതിയത് കൊണ്ടാണ് ആസിക വന്നതുകൊണ്ടും അത് നന്നായി പെർഫോം ചെയ്യാനും അത് ആളുകൾക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ മാറുന്നതൊക്കെ. ഈ 101 ഇപ്പം ഷംല അതുപോലെ വിഷ്ണു അഗസ്ത്യ അവരുടെ ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഷംലയ്ക്ക് ഇപ്പം അവാർഡ് കിട്ടി, ഫെമിനിസ്റ്റ് ഫാത്തിമലോട് അവാർഡ് കിട്ടി. വിഷ്ണു അഗസ്ത്യ ഞാൻ ആദ്യമായിട്ട് വിഷ്ണുവിനെ കാണുന്നതും ഇൻ്റർവ്യൂ ചെയ്യുന്നതും ഈ 101 അത് കഴിഞ്ഞ് റൈഫിൾ ക്ലബ്ബ് വന്നു, RDX അങ്ങനെയുള്ള സിനിമകളിലൂടെ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടി. ഇവരുടെ ഒരു ഗ്രോത്ത് കാണുമ്പം ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എങ്ങനെ ഫീൽ ചെയ്യും? ഒന്ന് അവരെ വിഷ്ണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഞാനല്ല. വിഷ്ണു എനിക്ക് തോന്നുന്നു ഞാൻ വിഷ്ണുവിനെ കരിക്കിൻ്റെ ഇൻസോമിനിയ സീരീസൊക്കെ കണ്ടിട്ടാണ് വിഷ്ണുവിനെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഷംലാനെ നമ്മൾ ആദ്യമായിട്ട് ഓഡീഷൻ ചെയ്തെടുത്തതാണ്. പക്ഷേ അത് നമ്മളുടെ കഴിവുകൊണ്ടോ നമ്മളെ എടുക്കൊണ്ടോ അല്ല അവർ വലുതായി പോയിട്ടുള്ളത്. അവർക്ക് കഴിവുള്ളത് കൊണ്ട് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളുടെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. അപ്പോൾ അവർ നന്നായിട്ട് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നു. ആ കഴിവുള്ളത് കൊണ്ട് അവരെ വേറെ കഥാപാത്രങ്ങളായിട്ട് പോകുന്നു. അപ്പോൾ അതിൽ കയ്യടി കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ മെറിറ്റും ക്രെഡിറ്റ്സും ഒന്നും എടുക്കാൻ പറ്റില്ല. പകരം അത്തരത്തിലുള്ള ടാലൻ്റ് ഉള്ള ആളുകളുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റി, അവരെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷമാണുള്ളത്. ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. സിനിമ കാണാൻ പോലും അനുവാദമില്ലാതിരുന്നൊരു ഫാമിലി അവിടെ നിന്ന് ഇപ്പോൾ സംവിധായകനായിട്ട് നിൽക്കുമ്പം വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? വീട്ടിൽ എനിക്ക് തോന്നുന്നു ആദ്യകാലത്തൊക്കെ സിനിമ കാണണ്ട എന്നുള്ളത് ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു. നമ്മളെ വീട്ടിൽ TV ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ
എന്നാലും ഇപ്പോൾ എൻ്റെ ഉപ്പൊക്കെ നമ്മളെ ബാക്കിയുള്ള എല്ലാ രീതിയിലൊക്കെ ഭയങ്കര ഹെൽപ്പും അല്ല വായിക്കാൻ പറയുകയും അങ്ങനെ എനിക്കൊന്നും ചിലപ്പോൾ ടി വി കാണണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സമയം കളയണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ സ്ട്രിക്റ്റ് ചെയ്തതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാനൊരു കഥയൊക്കെ കിട്ടിയാൽ ഞാൻ ആദ്യം അവരോടൊക്കെ പോയി പറയും ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു പടം എടുക്കണമെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ ഈ 1001 നുണകളും ഫെമിനിച്ചിയും സർക്കിട്ടൊക്കെ വന്നപ്പോൾ അവർ ശരിക്കും സിനിമേനെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കൊള്ളാം, ഇതിപ്പോൾ അവർ നോ പറഞ്ഞ പോലത്തെ പരിപാടിയൊന്നുമല്ല, ഇതിലൂടെ നമുക്കൊരു പ്രമേയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ അവാർഡുകൾ കിട്ടുന്നു, വേദികൾ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വാപ്പൊക്കെയാണ് അത് ഞാൻ പോയ ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് ഒന്നും എനിക്ക് അയച്ചാട്ടിയ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ എന്താണെന്നൊക്കെ അയക്കുക, എന്നിട്ട് അത് ഉപ്പാൻ്റെ ഗ്രൂപ്പിലും ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഈ യാത്ര എല്ലാവർക്കും സന്തോഷമുണ്ട്, അവരും എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി അവാർഡ് വരുമ്പോഴും അല്ലെങ്കിൽ വേദികളിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ അവർക്ക് സന്തോഷം നൽകുന്നുണ്ട്. അപ്പോൾ അവർ വേണ്ട എന്ന് പറഞ്ഞു, നമ്മൾ ഇതിന് ഇങ്ങനെയൊക്കെ പറ്റുമെന്നുള്ള രീതിയിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ട് ഇങ്ങനെ. ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു അപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും സിനിമ കണ്ടു തുടങ്ങിയതൊക്കെ? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനതൊരു ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ടി വി ഇല്ലായിരുന്നെങ്കിലും ഞാൻ എൻ്റെ അപ്പുറത്തുള്ള എല്ലാ വീടുകളിലും പോകും. അതായത് എനിക്ക് അപ്പു അമ്മു അല്ലെങ്കിൽ മായേച്ചി അങ്ങനെ നമ്മളെ അപ്പുറമുള്ള അയൽവാസി വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വല്ല റേഷൻ കടയൊക്കെ സാധനം മേടിക്കാൻ വിട്ടാൽ ചില ദിവസങ്ങളൊക്കെ റേഷൻ കട നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞാനത് ഭയങ്കര സ്പീഡിൽ അവിടെ ഓടി പെട്ടെന്ന് നമ്മളെ സാധനം മേടിച്ചിട്ട് തിരക്കാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു മണിക്കൂറൊക്കെ ഏതെങ്കിലും ജനലിൽ തൂങ്ങി പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് സിനിമ കാണും. അപ്പോൾ ഇത് ഇവർ വേണ്ട കാണണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം മാറിയുന്നില്ല, അത് ഭയങ്കര കൂടുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഒരാളോട് അങ്ങോട്ട് പോകണ്ട എന്ന് പറയുമ്പോഴായിരിക്കും പോകാനും നോക്കാനൊക്കെ ഉള്ള ത്വര കൂടുക. അപ്പോൾ അതുപോലെ എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം കൂടി. അങ്ങനെ നാട്ടിലുള്ള എല്ലാ വീട്ടിലും കയറി ഇന്ന് സിനിമ കാണാൻ തുടങ്ങി. പിന്നെ ഒരു +1 +2 ഒക്കെ ആയപ്പോൾ നമുക്ക് ക്ലാസ്സൊക്കെ കട്ട് ചെയ്യാനുള്ള ധൈര്യമൊക്കെ ആയി തുടങ്ങി. അങ്ങനെ നമ്മളിങ്ങനെ പോയി സിനിമകളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ കുറച്ചും കൂടെ വലുതായപ്പോൾ പിന്നെ സിനിമ മൊബൈലിൽ വരാം, നമ്മളെല്ലാ പടങ്ങളും CD ഒക്കെ എടുത്ത് ഇങ്ങനെ സിനിമ കണ്ട് ഇപ്പൊ സിനിമ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ, അതും ഇപ്പം സിനിമകൾ തന്നെ ഇപ്പൊ 2 രീതിയിൽ കാണുന്നുണ്ട്, കൊമേഴ്ഷ്യൽ സിനിമകളും ഫെസ്റ്റിവൽ സിനിമകളും. രണ്ടല്ല ഒരേ രീതിയിലാണ് ട്രീറ്റ്മെന്റ് എന്ന് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ 2 രീതിയിലും നിൽക്കുന്ന ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നു, പുതിയ ഫിലിം മേക്കേഴ്സിന് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? അഡ്വൈസ് എന്നൊന്നല്ല, ബേസിക്കലി ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ പോലും സിനിമ കണക്ട് അറ്റ്ലീസ്റ്റ് ചിലയിടത്തൊക്കെ നമുക്ക് കാണാം, പ്രൊഡക്ഷനിൽ ഓടുന്ന ഡ്രൈവർമാർ ആൾക്കാരെങ്കിലും നമ്മുടെ അയൽവാസികളോ കുടുംബത്തിലുണ്ടോ. പക്ഷേ എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരാൾ പോലും ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ എടുക്കണം, സിനിമയിൽ എത്തണം എന്ന്. ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇപ്പോൾ ഈ 3 സിനിമകളും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ആർക്കും നമുക്കതിലൊരു കുറച്ച് സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ പറയാനൊരു കഥയും അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായ പരിശ്രമം ഉണ്ടെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണിത്. എത്തിച്ചേരുക തന്നെ ചെയ്യുന്നു മാത്രമല്ല ഇവിടുന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ടും കിട്ടും. കാരണം 1001 ഓണങ്ങൾ ഇറങ്ങിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇൻഡസ്ട്രിയിലുള്ളവരാണ്. ഈ ആസിക്ക വിളിക്കുന്നു, ആക്ടേഴ്സ് വിളിക്കുന്നു, ഡയറക്ടേഴ്സ് വിളിക്കുന്നു, ഭയങ്കര സീനിയർ ആയിട്ടുള്ള സംവിധായകർ വിളിക്കുന്നു. അവർ ഈ സിനിമയെക്കുറിച്ച് പോസ്റ്റുകൾ ഇടുന്നു. അപ്പോൾ അവർ കാണുന്നത് ഇത് ആരാണ് എവിടുന്നാണ് വരുന്നതെന്നൊന്നല്ല നോക്കിയത്, നല്ലൊരു കണ്ടൻറ്റുമായിട്ട് ഒരാൾ വരുന്നു, അയാളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യാൻ ഇൻഡസ്ട്രിക്ക് അത് ആവശ്യമുണ്ട്. നല്ല കണ്ടൻറ്റുകൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പറയാനൊരു നല്ല കഥയും അത് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെക്കൊണ്ടും നടക്കാൻ പറ്റില്ല, ചെയ്യാൻ തന്നെ പറ്റും. അത് ഭയങ്കര ഈസി ആയിട്ടും പെട്ടെന്നൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് കുറച്ച് ഭാഗ്യം കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അല്ലെങ്കിലും ആത്മാർത്ഥ പരിശ്രമങ്ങൾ പാളില്ല, അത് വീഴില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളൂ. എന്തായാലും അടിപൊളി, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ 2025 ഒരു സംവിധായകൻ എന്ന നിലയിലും പ്രൊഡ്യൂസർ എന്ന നിലയിലും നല്ലൊരു വർഷമായിരുന്നു. ഇനി വരുന്ന വർഷങ്ങൾ 2026 ആവാറായി. ആ വർഷവും ഇനി വരുന്ന വർഷങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ കൊണ്ടും ഒരുപാട് നല്ല സിനിമകളൊക്കെ കൊണ്ട് നിറയട്ടെ. എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു ഭാഗം അവനും പറ്റട്ടെ, ഞങ്ങൾക്കും കാണുന്നവർക്കും ഒക്കെ. എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ ഇനിയും സിനിമ ചെയ്യാനും ഇനിയും ഇതുപോലെ ഇവിടെ ഒക്കെ ഒന്ന് ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു.